ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. വളരെ രുചികരവും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്നതുമായ പൊട്ടറ്റോ എഗ് ഫ്രൈ ആണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും രുചിയുള്ള പൊട്ടറ്റോ എഗ് ഫ്രൈ നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചു കാണില്ല. അത്രയും വളരെ ടേസ്റ്റിയാണ്. രാവിലെ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ കൊടുത്തു വിടാം. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതുപോലെ കുറച്ച് 2-3 വറ്റൽമുളകും ഇതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വറ്റൽമുളകൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് ഒരു 2 സവാള 1-2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചേക്കണം. ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം. വളരെ രുചികരവും ഹെൽത്തിയുമായ ഈ പൊട്ടറ്റോ എഗ് ഫ്രൈ സ്കൂളിൽ കുട്ടികൾക്ക് ചോറിനൊപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തു വിടാം. ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. ചെറുതായി കട്ട് ചെയ്ത 2 സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്നൊന്ന് വഴന്നതിന് വേണ്ടി നമുക്കൊരല്പം ഉപ്പും ഇട്ട് ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ എന്തായാലും തയ്യാറാക്കി നോക്കണം. വളരെ രുചികരവും ഹെൽത്തിയുമായ പൊട്ടറ്റോ എഗ് ഫ്രൈ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പമായാലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചപ്പാത്തിക്കൊപ്പമായിട്ട് ഇത് വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരല്പം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന 2 തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലതുപോലെ വഴന്ന് വരുന്നതിന് വേണ്ടി അല്പനേരം ഒന്ന് അടച്ചും കൂടെ വെച്ച് നമുക്കിതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. സവാളയും തക്കാളിയെല്ലാം ഇതുപോലെ നല്ലതുപോലെ വഴന്ന് വരണം. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ഇതുപോലെ ആവണം. അതുപോലെ സവാളയും നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കി, ഇതിനകത്ത് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒന്നുകിൽ കുരുമുളക് പൊടി വേണ്ടാത്തവർക്ക് നമ്മുടെ ചില്ലി ഫ്ലക്സ്, ഞാനിപ്പോൾ ചില്ലി ഫ്ലക്സാണ് ചേർത്തത്. ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് മാത്രം ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഈ ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിക്കുന്നതിന് വേണ്ടി അടച്ച് വയ്ക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊപ്പം ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി കൊടുത്തു വിട്ടാൽ അവർക്ക് ഹെൽത്തിയുമാണ്, വളരെ കഴിക്കാൻ രുചികരവുമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാകും. ഇതുപോലെ തയ്യാറാക്കി വളരെ എളുപ്പത്തിൽ ചോറിനൊപ്പം മറ്റ് കറികളൊന്നും വേണ്ട, ഇതുപോലെ നമുക്ക് പൊട്ടറ്റോ എഗ് ഫ്രൈ തയ്യാറാക്കി കൊടുത്തു വിടാം. അവർക്ക് വളരെ ഇഷ്ടത്തോടെ അത് കഴിച്ചുകൊള്ളും. ചപ്പാത്തിക്കൊപ്പമാണെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു വിടാം. ഇനി നമുക്കിത് വേകുന്നതിന് വേണ്ടി ഒരല്പനേരം, നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നല്ലതുപോലെ വേകുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ വേവുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കണം. ഉരുളൻകിഴങ്ങിന് അല്പം വേവുണ്ട്, നമ്മൾ വെള്ളമൊന്നും ഇതിലൊട്ടും ചേർക്കുന്നില്ല, അതുകൊണ്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. ആ വെളിച്ചെണ്ണയിൽ കിടന്നാണ് ഈ പൊട്ടറ്റോ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരാനുള്ളത്. നമുക്കിതുപോലെ ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് പൊട്ടറ്റോ അടച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഒരല്പം ചില്ലി ഫ്ലക്സാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലക്സ് ഉള്ളവർക്ക് അത് ചേർക്കാം, അതല്ലെങ്കിൽ അല്പം കുരുമുളക് പൊടി, ഒരു പച്ചമുളക് ചേർത്തില്ല. പച്ചമുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഇതിൽ പച്ചമുളക് ഒട്ടും ചേർത്തിട്ടില്ല. പിന്നെ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് അങ്ങനെ ഇളക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചില്ലി ഫ്ലക്സാണ് ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മുട്ട പുഴുങ്ങിയത്, ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത മുട്ട ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
മുട്ട കൂടി ഇട്ട് കൊടുത്ത് ഈ മസാലയിൽ മുട്ടയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതും ഒന്ന് ചെറിയ രീതിയിൽ വെച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എഗ് ഫ്രൈ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണം.